ഇവിടെ ഒരു ചോദ്യം എഴുതി കിട്ടിയിട്ടുണ്ട്. പൊതുവെ എഴുതിയ ചോദ്യങ്ങൾ നമ്മൾ ഇത്തരം വേദികൾ പരിഗണിക്കാറില്ല. പക്ഷേ ഇതൊരു സഹോദരിയുടെ ചോദ്യമായതുകൊണ്ട് ഇതുവരെ സഹോദരിമാർ ഇപ്പോഴൊരു ചോദ്യം ഒഴിച്ചിർത്തിയാൽ സാധാരണ ഖുർആനിനെതിരിലെല്ലാം വിമർശനങ്ങളും കാര്യങ്ങളും എല്ലാം ഉന്നയിക്കപ്പെടുന്നത് സ്ത്രീപക്ഷ വിമർശനങ്ങളാണ്. ആ നിലക്ക് തീർച്ചയായും പ്രത്യേകിച്ച് പ്രബോധകകളുള്ള നിലക്ക് സഹോദരിമാരാണ് ഇതിൽ പച്ചയായ വിമർശനങ്ങൾ പഠിക്കുകയും അതിനുള്ള മറുപടി കണ്ടെത്തുകയും ചെയ്യാൻ കൂടുതൽ ശക്തമായി മുന്നോട്ട് വരണം. അപ്പൊ ആ നിലക്ക് സഹോദരിമാരിൽ നിന്നാണ് അതിശക്തമായ ചോദ്യങ്ങൾ ഉയർന്നു വരേണ്ടത്. പക്ഷെ അങ്ങനെ കണ്ടില്ല. അതുകൊണ്ട് തന്നെ എഴുതി കിട്ടിയ ചോദ്യം ഞാൻ വായിക്കുകയാണ്. സൃഷ്ടികർത്താവിന്റെ അനേക സൃഷ്ടികളിൽ കേവലം ഒന്നായ മനുഷ്യൻ അവന്റെ ബുദ്ധിവൈഭവത്തിലൂടെ ശാസ്ത്രത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് കാടുകയറി പോകുന്നത് തികച്ചും ഭയാനകമായി തോന്നിപ്പോകുന്നു. ദൈവം തന്ന ബുദ്ധി കൊണ്ട് തന്നെ ക്ലോണിങ്ങിലൂടെ മിക്ക ജീവികളെയും സൃഷ്ടിച്ചെടുക്കുന്നു. ഇത് ദൈവത്തിന്റെ ജോലിയിലേക്കുള്ള മനുഷ്യന്റെ കൈകടത്തലല്ലേ? ഇങ്ങനെയെങ്കിൽ മനുഷ്യരെ തന്നെ ദൈവത്തിന്റെ സൃഷ്ടിച്ചെടുത്താൽ ദൈവത്തിന്റെ പ്രസക്തിയും അതുവഴി ഖുർആന്റെ പദവിയും നഷ്ടമാവില്ലേ? ഇതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം അറിയാൻ താല്പര്യപ്പെടുന്നു. പ്രസന്ന എന്ന സഹോദരി എഴുതിയതാണ്. ഇവിടെ ക്ലോണിങ്ങുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം. ക്ലോണിങ്ങിലൂടെ സൃഷ്ടി നടക്കുമ്പോൾ ദൈവത്തിന്റെ പദവി, ഖുർആനിന്റെ മഹത്വം ഇതെല്ലാം നഷ്ടപ്പെടൂലേ എന്നാണ് സഹോദരിയുടെ ചോദ്യം. യഥാർത്ഥത്തിൽ ക്ലോണിങ്ങിനെ കുറിച്ച ഒരു തെറ്റിദ്ധാരണയിൽ ഇതെല്ലാം തന്നെ ഉണ്ടാകുന്നത്. മനുഷ്യന് പടച്ച തമ്പുരാൻ നൽകിയിട്ടുള്ള സവിശേഷത പ്രകൃതിയിൽ ഇടപെടാൻ മനുഷ്യന് കഴിയുമെന്നതാണ്. പ്രകൃതിയിൽ ഇടപെടാൻ കഴിയുമെന്നതാണ് മനുഷ്യനെ ഖലീഫയാക്കി മാറ്റുന്ന. ഖുർആൻ പറഞ്ഞത് ഇന്നി ജാഇലും ഫിൽ അർദി ഖലീഫ, ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 30-ാമത്തെ വചനത്തിൽ നാം ഭൂമിയിലേക്ക് ഒരു ഖലീഫയെ പറഞ്ഞയക്കുന്നു. ഭൂമിയിലേക്ക് പറഞ്ഞയക്കപ്പെട്ട ഖലീഫയാണ് മനുഷ്യൻ. ഖലീഫ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വതന്ത്രമായ കൈകാര്യകർത്തൃത്വത്തിന് അവകാശം നൽകപ്പെട്ട, പരിമിതമായ രംഗത്തെങ്കിലും ഈ പ്രകൃതിയെയും പ്രപഞ്ചത്തെയും ഉപയോഗിക്കുവാൻ കഴിയുന്ന ജീവിയാണ് മനുഷ്യൻ. അങ്ങനെയുള്ള ജീവിയായ മനുഷ്യന് പ്രകൃതിയെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് മനുഷ്യന്റെ സവിശേഷത തന്നെ. മനുഷ്യന്റെ സവിശേഷത പ്രകൃതിയെ അവന് അനുകൂലമായി ഉപയോഗിക്കാൻ കഴിയുന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, പ്രാകൃതമായ കാലഘട്ടത്തിൽ ഭൂമിയിൽ ഉണ്ടായിരുന്നതിനായിരിക്കും നെല്ലും ഗോതമ്പുമല്ലോ. ആ നെല്ലിനെയും ഗോതമ്പിനെയും എല്ലാം പ്രത്യേകം വയൽ ഉണ്ടാക്കി ആ വയലുകളിൽ അവനാവശ്യമായ രീതിയിൽ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നത് മനുഷ്യന്റെ പ്രാകൃതമായ പ്രകൃതിയിലുള്ള ഇടപെടലാണ്. ഇതേപോലെ തന്നെ പ്രകൃതിയിലുള്ള മനുഷ്യന്റെ ഇടപെടലാണ് ജീവികളുടെ മാംസം, അതല്ലെങ്കിൽ പച്ചക്കറി, അതെല്ലാം തന്നെ വേവിച്ചുകൊണ്ട് ഭക്ഷിക്കാൻ തയ്യാറായി എന്നുള്ള പ്രകൃതിയിലുള്ള ഇടപെടലാണ്, മനുഷ്യന്റെ ഇടപെടലാണ്. പ്രകൃതിപരമായി അവ അതേപോലെ തന്നെ റോ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും മനുഷ്യൻ കുറച്ച് പ്രാകൃതമായി മനുഷ്യൻ ചെയ്ത പ്രകൃതിയിലുള്ള ഇടപെടലുകളൊന്നാണത്. ഇതേപോലെയുള്ള പ്രകൃതിയിലുള്ള ഇടപെടലുകൾ എക്കാലഘട്ടത്തിലും മനുഷ്യർ നടത്തിയിട്ടുണ്ട്. അത് ശാസ്ത്രലോകത്ത് കുറച്ചുകൂടി ബീഭത്സമായി മാറുന്നു, കുറച്ചുകൂടി മറ്റൊരു തലത്തിലേക്ക് വരുന്നു എന്ന് മാത്രം. പ്രകൃതിയിലുള്ള ഇടപെടലിൽ നമ്മൾ ശ്രദ്ധിക്കുവാനുള്ള കാര്യം ദൈവിക മാർഗനിർദ്ദേശ പ്രകാരമല്ലാതെ പ്രകൃതിയിൽ ഇടപെട്ടാൽ, അതേപോലെ തന്നെ ദൈവികമായ വിധിവിലക്കുകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് പ്രകൃതിയിൽ ഇടപെടലുകൾ നടത്തിയാൽ അത് വമ്പിച്ച ഭീകരമായ പ്രത്യാഘാതങ്ങൾക്ക് വിധേയമാകും എന്നുള്ളതാണ് അവിടെ പരിശുദ്ധ ഖുർആൻ നൽകുന്ന ഒരു മുന്നറിയിപ്പ്. കരയിലും കടലിലുമെല്ലാം അവരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണം വമ്പിച്ച കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. അഥവാ ഈ ഭൂമിയിൽ മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണമാണ് കുഴപ്പങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്നർത്ഥം. നമുക്കറിയാലോ, ഇന്ന് ഭൂമിയെ പോലെയുള്ള 1000 ഭൂമികളെ നശിപ്പിക്കാൻ ആവശ്യമായ ആയുധങ്ങളുമായിട്ടാണ് നമ്മൾ നടക്കുന്നത്. അത് കുറെ ആളുകളുടെ തലക്കും പുറത്തുള്ള ചില സ്വിച്ചുകളിൽ ഭൂമിയെ പോലെയുള്ള 1000 ഭൂമികളെയെങ്കിലും നശിപ്പിക്കുവാൻ ആവശ്യമായ ആയുധ ശേഖരത്തിന്റെ സ്വിച്ചുകൾ ഉണ്ട് എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കുന്നു. ബാക്കി ജീവജാലങ്ങളൊന്നും അങ്ങനല്ല. ഇതേപോലെ പ്രകൃതിയിൽ മനുഷ്യൻ ഇടപെടൽ നടത്തുമ്പോൾ പല തലങ്ങളിലുള്ള കുഴപ്പമുണ്ടാകുന്നു. ഉദാഹരണത്തിന് നിങ്ങൾ നോക്കുക, ദൈവം തമ്പുരാൻ മനുഷ്യന്റെ പ്രത്യുൽപാദനത്തിന് നിശ്ചയിച്ചിട്ടുള്ള മാർഗം, അതോടൊപ്പം തന്നെ ലൈംഗിക സമ്പൂർത്തീകരണത്തിന് നിശ്ചയിച്ചിട്ടുള്ള മാർഗം എന്താണ്? സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ പ്രത്യുൽപാദനം നിർവഹിക്കുകയും അടുത്ത തലമുറയുണ്ടാവുകയും അതോടൊപ്പം തന്നെ ലൈംഗിക സംതൃപ്തിയും മാനസിക സംതൃപ്തിയും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാക്കുക എന്നുള്ളതാണ് ദൈവികമായ ഈ രംഗത്തുള്ള കൃത്യമായ വിധി.
അവിടെ ലൈംഗിക സമ്പൂർത്തീകരണത്തിന് സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെയാകണം എന്നുള്ളതും, അതേപോലെ തന്നെ ആ സ്ത്രീ പുരുഷ ബന്ധം ആ വിവാഹത്തിലൂടെയാകണം എന്നുള്ളത് ദൈവിക നിയമമാണ്. ആ സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെയാകണം ലൈംഗിക സംതൃപ്തി എന്ന ആ ദൈവികമായ പ്രകൃതിയുടെ നിയമം മനുഷ്യർ ലംഘിച്ചിട്ടുണ്ട്, മുമ്പേ ലംഘിച്ചിട്ടുണ്ട്. പുരുഷനും തമ്മിലുള്ള ബന്ധവും സ്ത്രീയും തമ്മിലുള്ള ബന്ധവും മനുഷ്യരുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് പ്രകൃതിയിലുള്ള മനുഷ്യന്റെ ഇടപെടലാണ്. ആ ഇടപെടൽ വഴിയാണ് ഭീകരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ലോകത്തിന്റെ സമുദായത്തിൽ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തിലുണ്ടായ പ്രശ്നം അതെന്താണ്? പ്രകൃതിയിലുള്ള മനുഷ്യന്റെ സ്വച്ഛമായ പ്രകൃതിയിലുള്ള ഇടപെടൽ, അത് ദൈവിക മാർഗദർശന പ്രകാരമല്ലാതെയുള്ള ഇടപെടൽ മൂലം ആ സമൂഹം തന്നെ നശിപ്പിക്കപ്പെട്ടു. ആധുനിക സമൂഹമോ എയ്ഡ്സിനെ പോലെയുള്ള ഭീകരമായ രോഗങ്ങൾക്ക് നിമിത്തമായി മാറി ഇത്തരം പ്രകൃതിയിലുള്ള ഇടപെടൽ. ഇതേ രൂപത്തിൽ തന്നെ ക്ലോണിംഗ് എന്താണ്? പ്രകൃതിയിലുള്ള ഒരു ഇടപെടൽ മാത്രമാണ്. ദൈവത്തിന്റെ പണിയൊന്നും മനുഷ്യനെ ഏറ്റെടുത്തിട്ടില്ല. സൃഷ്ടി എന്നത് ക്ലോണിംഗിൽ എവിടെ സംഭവിച്ചിട്ടില്ല. പലരും അത് വിശദീകരിച്ച് ആകെ ദൈവം തമ്പുരാൻ തന്നെ മനുഷ്യനായിരിക്കുന്നു എന്ന രൂപത്തിലേക്ക് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്താ? പലപ്പോഴും ഏത് ശാസ്ത്ര കണ്ടുപിടുത്തം ഉണ്ടായാലും അത് ദൈവത്തിനെ തല്ലാനുള്ള ഒരു വടിയാക്കി നടക്കുന്ന ആളുകളുണ്ട്. അത് പിന്നെ അവർക്ക് എന്ത് കണ്ടുപിടുത്തം ഉണ്ടായാലും അത് മതി. അത് ദൈവത്തിനെ എങ്ങനെയെങ്കിലും കൊല്ലാൻ പറ്റിയ ഒരു ആയുധമാക്കി കൊണ്ട് നടക്കുന്ന ആളുകൾ. അവർക്ക് എന്ത് കണ്ടുപിടുത്തം? ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ വന്നപ്പോൾ പറഞ്ഞു ദൈവം മരിച്ചിരിക്കും. നീഷെ പറഞ്ഞു ഗോഡ് ഈസ് ഡെഡ്. ഐൻസ്റ്റൈന്റെ സിദ്ധാന്തങ്ങൾ വന്നപ്പോൾ പറഞ്ഞു ഇനി ഏതായാലും ദൈവത്തിന് യാതൊരു പ്രസക്തിയില്ല. ഇങ്ങനെ ഓരോ സമയത്തും അതിനനുസരിച്ച് പറയുന്ന ആളുകളുണ്ട്. ഞാനിപ്പോഴും ഓർത്തു പോവാണ്, ഞാനൊരു ഹൈസ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്താണ് ടെസ്റ്റ് ട്യൂബ് ശിശു ഉണ്ടായത്. ടെസ്റ്റ് ട്യൂബ് ശിശു ഉണ്ടായ സമയത്ത് അന്നത്തെ ഞങ്ങളുടെ സയൻസ് ടീച്ചർക്ക് ഭയങ്കര താല്പര്യമായിരുന്നു അത് വിശദീകരിക്കാൻ. അദ്ദേഹത്തിന്റെ വിശദീകരണം ഇങ്ങനെ കേട്ടാൽ, അദ്ദേഹം ഏകദേശം ശാസ്ത്രം ഉപയോഗിച്ച് ദൈവത്തിനെ കൊല്ലാൻ നടക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വിശദീകരണം ഇങ്ങനെ കേട്ടാൽ എന്താ തോന്നുന്നറിയാമോ? ഒരു സ്ത്രീ ബീജവും പുരുഷ ബീജവും കൂടി ഒരു ടെസ്റ്റ് ട്യൂബിൽ ഇട്ട് വെച്ചാൽ കുറെ കഴിയുമ്പോൾ ആ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ഒരു കുട്ടി ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരും എന്നുള്ള രൂപത്തിൽ നമുക്ക് പല വിശദീകരണം കേട്ടാൽ എന്താണ് അവിടെ സംഭവിച്ചത്? നമുക്ക് ഇന്നറിയാം. എന്താണ്? കൃത്രിമമായ ഒരു സാഹചര്യത്തിൽ സ്ത്രീ പുരുഷ ബീജങ്ങൾ സംയോജിപ്പിക്കുന്നു, ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്നു. നിക്ഷേപിച്ചിട്ട് ആ ഗർഭപാത്രത്തിൽ വെച്ച് വളരുന്നു, കുഞ്ഞുങ്ങൾ പ്രസവിക്കുന്നു. ഇതാണ് സംഭവിച്ചത്. ഒരു കൃത്രിമമായ സാഹചര്യം ഉണ്ടാക്കി എന്നത് മാത്രമാണ് അവിടെ നമ്മുടെ സംഭാവന. ഇതേപോലെ തന്നെ എന്താണ് ക്ലോണിങ്ങിൽ സംഭവിച്ചിട്ടുള്ളത്? ക്ലോണിങ്ങിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു സൃഷ്ടിയും സംഭവിച്ചിട്ടില്ല. എന്താ സംഭവിച്ചത്? സാധാരണ സൃഷ്ടി പ്രക്രിയയിൽ മാമൽസിന്റെ വിഷയത്തിൽ ദൈവം തമ്പുരാൻ നിശ്ചയിച്ചിട്ടുള്ളത് പ്രകൃതി നിയമത്തിൽ ഒരു ഇടപെടൽ നടത്തുകയാണ്. ദൈവം തമ്പുരാൻ നിശ്ചയിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഒരു പ്രകൃതി നിയമത്തിലുള്ള ഇടപെടൽ. മാമൽസിന്റെ കാര്യത്തിൽ മാമൽസ് അല്ലാത്തടത്തുണ്ട് താനും. മാമൽസ് അല്ലാത്ത പല ജീവവർഗങ്ങളിലും ഈ ക്ലോണിംഗ് പ്രകൃതിയാൽ തന്നെ നിലനിൽക്കുന്നുണ്ട്, നമുക്കറിയാവുന്നതാണല്ലോ. അതേസമയം മാമൽസിന്റെ വിഷയത്തിൽ എന്താണുള്ളത്? പുരുഷ ബീജം ഒരു അർദ്ധകോശമാണ്, നമുക്കറിയാം. സ്ത്രീ ബീജം ഒരു അർദ്ധകോശമാണ്, പൂർണ്ണകോശമല്ല. ഇപ്പൊ മനുഷ്യന്റെ കാര്യത്തിലാണെങ്കിൽ 46 ക്രോമസോമുകൾ ഉള്ളതിന് പകരം രണ്ടിനും എന്തുള്ളൂ? 23 വീതം ക്രോമസോമുകളുള്ളൂ. അപ്പൊ ഈ അർദ്ധകോശങ്ങൾ കൂട്ടി യോജിക്കപ്പെടുന്നു ഗർഭപാത്രത്തിൽ വെച്ച്. അങ്ങനെ പൂർണ്ണകോശമായി മാറുന്നു 46 ക്രോമസോമുള്ള ഈ പൂർണ്ണകോശം ഗർഭപാത്രത്തിൽ പറ്റിപ്പിടിച്ച് വളർന്ന് കുഞ്ഞായിത്തീരുന്നു. ഇതാണ് സാധാരണയായി നിലനിൽക്കുന്ന ഒരു പ്രക്രിയ. ഇവിടെ ഈ അർദ്ധകോശങ്ങൾ ആയതുകൊണ്ട് തന്നെ സ്ത്രീയുടെയും പുരുഷന്റെയും സ്വഭാവ സവിശേഷതകൾ കുഞ്ഞിലേക്ക് പകരും. ക്ലോണിങ്ങിൽ സംഭവിച്ചിട്ടുള്ളത് എന്താണ്? ഈ അർദ്ധകോശങ്ങൾക്ക് പകരം ഒരു പൂർണ്ണകോശത്തെ തന്നെ ഗർഭപാത്രത്തിൽ വെച്ച് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അർദ്ധകോശങ്ങൾ സ്ത്രീയുടെ ശരീരത്തിൽ ഒരു അർദ്ധകോശവും പുരുഷന്റെ ശരീരത്തിൽ ഒരു അർദ്ധകോശവും കൂടിച്ചേർന്ന് സ്ത്രീയുടെ ശരീരത്തിൽ ഒരു പൂർണ്ണകോശമായി മാറി വളരുക എന്നതിന് പകരം സ്ത്രീയുടെയോ പുരുഷന്റെയോ ശരീരത്തിൽ നിന്നുള്ള ഒരു അർദ്ധകോശം എടുത്ത് അതിന്റെ ന്യൂക്ലിയസ് മാറ്റി ആ ന്യൂക്ലിയസിനെ സ്ത്രീയുടെ അണ്ഡത്തിലെ ന്യൂക്ലിയസ് മാറ്റിയിട്ട് ആ ന്യൂക്ലിയസിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു. സ്ത്രീയുടെ അണ്ഡത്തിന് ന്യൂക്ലിയസിന് പകരം അതിന്റെ സൈറ്റോപ്ലാസത്തിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു. ആ സൈറ്റോപ്ലാസം എന്തിനാ? സ്ത്രീയുടെ തന്നെ അണ്ഡത്തിന്റെ സൈറ്റോപ്ലാസത്തിന് അതാണ് ഗർഭപാത്രത്തിൽ വളരാൻ തക്ക രൂപത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അണ്ഡത്തിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് അപ്പൊ എന്തായത്? ഒരു പൂർണ്ണകോശമായി എന്താ? ഒരു സൈഗോട്ടായി മാറി. ആ സൈഗോട്ടിനെ എന്ത് ചെയ്യുന്നു? ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്നു. ആ ഗർഭപാത്രത്തിൽ വളരുന്നു. ഇവിടെ സംഭവിക്കുന്നത് എന്ത് മാത്രമാണ്?
പകുതി സ്ത്രീയുടെയും പകുതി പുരുഷന്റെയും എന്നതിന് പകരം പൂർണ്ണമായി ഏതെങ്കിലും ഒരു ശരീരത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ. അവിടെ സൃഷ്ടി നടക്കുന്നില്ല. സൈറ്റോപ്ലാസം ആരുടേതാണ്? ഒരു ശരീരത്തിൽ നിന്ന് എടുത്തതാണ്. അതേപോലെ തന്നെ ഒരു പൂർണ്ണ കോശത്തിന്റെ ന്യൂക്ലിയസ് എവിടെ നിന്ന് എടുത്തതാണ്? വേറൊരു ശരീരത്തിൽ നിന്ന് എടുത്തതാണ്. ഇവിടെ മനുഷ്യൻ സൃഷ്ടി പ്രക്രിയയിൽ പങ്കായി എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിയണം. അതല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ജൈവ സൃഷ്ടിയിൽ പങ്കായി എന്ന് പറയണമെങ്കിൽ പോലും എന്തിനു വേണം? ഈ അജൈവ വസ്തുക്കളിൽ നിന്ന് ജീവൻ ഉണ്ടാക്കാൻ കഴിയണം. ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല. പിന്നെ എന്ത് മാത്രം സംഭവിച്ചത്? അർദ്ധകോശങ്ങൾ കൂടിച്ചേർന്ന് പൂർണ്ണകോശമാവുക എന്ന പ്രകൃതി നിയമത്തിന് പകരം ഒരു പൂർണ്ണകോശത്തെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തി ആ പൂർണ്ണകോശത്തെ ഗർഭപാത്രത്തിൽ വെച്ച് വളർത്തിയെടുക്കുന്നതിൽ വിജയിച്ചു എന്ന് മാത്രം. ഇത് സയൻസ് ഫിക്ഷൻ നോവലിസ്റ്റുകൾ ആകെ ഭയങ്കരമായ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. സയൻസ് ഫിക്ഷൻസിന്റെ ആളുകൾ എന്തുണ്ടെങ്കിലും ഒരു ഭയങ്കരത ഉണ്ടാക്കുക. അപ്പോൾ നമുക്കറിയാലോ, നമുക്കറിയാം എന്ത് ദിനോസറുകളും മാമോത്തുകളും. ദിനോസറിന്റെ ദിനോസർ എങ്ങനെയെന്ന് ചോദിച്ചാൽ കുട്ടികളെ മുഴുവൻ കാണാപ്പടം പഠിച്ചാൽ ഇങ്ങനെ വരച്ചു തരും. ദിനോസറുകൾ അങ്ങനത്തെ ദിനോസറുകളാണ് ഉണ്ടായിരുന്നത്. എന്താ തെളിവ്? ഒരു തെളിവില്ല. ദിനോസറുകളുടേതായി നമുക്ക് കണ്ടുകിട്ടിയിട്ടുള്ള ഏതാനും ഫോസിലുകളിൽ നിന്ന് നല്ല സർഗവൈഭവമുള്ള ചില കലാകാരന്മാർ രൂപം കൊടുത്ത ഒരു രൂപം മാത്രമാണിത്. ആ രൂപത്തിന് സ്പിൽബർഗ് ചലച്ചിത്രത്തിലൂടെ അതിന് ഒരു ജീവദാനം കൂടി നൽകിയപ്പോൾ ആളുകളുടെ മനസ്സിൽ മുഴുവൻ ഈ കോലത്തിലുള്ള എന്തോ ഒരു ജീവിയാണ് ദിനോസറുകൾ എന്നുള്ള ധാരണ ഉണ്ടായി. ഇതേ രൂപത്തിൽ തന്നെ സയൻസ് ഫിക്ഷൻസിന്റെ ആളുകൾ എന്ത് ചെയ്തു? ഇതാ ഹിറ്റ്ലറുടെ ക്ലോൺസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 1000കണക്കിന് ക്ലോണുകൾ ഹിറ്റ്ലർമാർ ഇറങ്ങാൻ പോകുന്നുണ്ട് എന്ന രൂപത്തിൽ നോവലുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അത് സയൻസ് ഫിക്ഷൻസിന്റെ പ്രത്യേകത അറിയാലോ. സയൻസ് ഫിക്ഷനുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിലെ ശാസ്ത്രം ആയിരിക്കും മുഴുവനും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വായിക്കുന്ന ഒരു സാധാരണ വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രവും ഫിക്ഷനും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. അതാണ് ഫിക്ഷൻസിന്റെ പ്രത്യേകത. അതല്ലാതെ കോട്ടയം പുഷ്പനാഥ് നോവലിന്റെ മാതിരിയല്ല സയൻസ് ഫിക്ഷൻസ് ഉണ്ടാവുക. സയൻസ് ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ ശാസ്ത്രവും വസ്തുതയും സങ്കല്പവും തമ്മിൽ വേർതിരിക്കാൻ കഴിയില്ല. അപ്പോഴാണ് അത് നല്ല ഫിക്ഷനായി മാറുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ മനുഷ്യന്റെ ഫോട്ടോസ്റ്റാറ്റുകൾ ഉണ്ടാക്കുകയാണ് ക്ലോണിങ്ങിലൂടെ ചെയ്യുക എന്ന ധാരണ തന്നെ തെറ്റാണ്. കാരണം ഫോട്ടോസ്റ്റാറ്റുകൾ ഒരു രംഗത്തും നടക്കൂല. കാരണം എന്താണ്? മനുഷ്യൻ എന്നത് കേവലം ഭ്രൂണത്തിന്റെ മാത്രം സൃഷ്ടിയല്ല. നമുക്കറിയാം ക്ലോണിങ് തന്നെയാണ് ഏകദേശം എന്തിലുള്ളത്? മോണോവുലാർ ടിൻസിലുള്ളത് അല്ലെ? മോണോവുലാർ ടിൻസിൽ എന്താ ഉള്ളത്? ഓവുലേഷൻ നടന്ന മോണോവുലാർ ആയിട്ടുള്ള ടിൻസിൽ എന്താണ്? ക്ലോണിംഗ് ആണുള്ളത്. പക്ഷെ ഒരേ രൂപത്തിലാണോ രണ്ട് കുട്ടികൾ? ഒരേ കോലമാകും, ചിലപ്പോൾ ഒരേ രൂപമാകും, പക്ഷെ ഒരേ കഴിവുകളാണോ? ഒരേ സയാമീസ് ഇരട്ടകൾ പോലും ഒരേ ശരീരമായിട്ട് പോലും രണ്ട് രൂപത്തിലാണ് ചിന്തിക്കണ രണ്ട് കഴിവുകളാണ്. ചിലർ ഒരു സയാമീസ് ഇരട്ട പാട്ട് കാണുന്നു, വേറൊരാൾ കഥ പറയുന്നു അല്ലെ? സയാമീസ് ഇരട്ടകൾ പോലും നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ കേവലം ഇതിന്റെ മാത്രം സൃഷ്ടിയല്ല, അഥവാ കേവലം ജീനുകളിൽ രേഖപ്പെടുത്തപ്പെട്ട ക്രോമോസോമുകളിലുള്ള ജനിതക കോഡുകളിലുള്ള വിവരത്തിന്റെ മാത്രം സൃഷ്ടിയല്ല, അവന് മറ്റെന്തൊക്കെയോട്. അതാണ് നമ്മൾ ആത്മാവ് എന്ന് പറയുന്നത്. ആത്മീയമായ കഴിവുകൾ ഓരോരുത്തർക്കും വ്യത്യാസമുണ്ടാകും സ്വാഭാവികമായും. അതുകൊണ്ട് തന്നെ ക്ലോണുകൾ ഈ പറഞ്ഞ രൂപത്തിലൊന്നും ആവില്ല. മനുഷ്യന്റെ കാര്യത്തിൽ സംഭവിച്ചാൽ തന്നെ എന്ന് നാം മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പ്രകൃതിയിൽ ദൈവിക മാർഗദർശന പ്രകാരം അല്ലാതെയുള്ള ഇടപെടലുകൾ വമ്പിച്ച നാശത്തിനായിരിക്കും നിമിത്തമാക്കുക. അത് തലമുറകളിൽ നിന്ന് നാം പാഠം പഠിക്കാത്ത ഒരു വസ്തുതയാണ്. ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ രംഗത്ത് മനുഷ്യന്റെ പുരോഗതിക്കും മനുഷ്യന്റെ നന്മക്കും വേണ്ടിയല്ലാതെ ക്ലോണിംഗ് ആയിരുന്നാലും ഏത് ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളായിരുന്നാലും ഉപയോഗിച്ചാൽ അത് വമ്പിച്ച കുഴപ്പങ്ങൾക്ക് നിമിത്തമാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല.